രാഷ്ട്രീയ വിഷയങ്ങളിൽ നിരവധി വിവാദ പ്രസ്താവനകൾ നടത്തുന്ന കോൺഗ്രസ് നേതാവാണ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി. രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പല പരാമർശങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും കാര്യമായ ഓഡിറ്റിങ്ങിനോ ചർച്ചകൾക്കോ വിധേയമായിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്ത്യൻ ഭരണകൂടത്തിന് എതിരെ കൂടിയാണ് എന്ന പരാമർശം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രതിപക്ഷം പോരാടുന്നത് BJP-യോടും RSS-നോടും മാത്രമല്ല, ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് എന്ന രാഹുലിന്റെ വാക്കുകളാണ് ചർച്ചയാകുന്നത്. RSS തലവൻ മോഹൻ ഭാഗവതിനുള്ള മറുപടിയായിരുന്നു കോൺഗ്രസ് എംപിയുടെ പരാമർശം. രാഹുൽ ഗാന്ധിയുടെ ഭാഷയും വാക്കുകളുടെ തിരഞ്ഞെടുപ്പും പലപ്പോഴും അദ്ദേഹത്തിന്റെ സമീപനത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ രാജ്യത്തിന്റെ അഖണ്ഡതയോടുള്ള കടുത്ത അവഗണനയാണ് ഈ പ്രസ്താവനയിൽ പ്രതിഫലിക്കുന്നതെന്നാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത്. ഇതൊരു ആസൂത്രിതമായ തന്ത്രമെന്ന് വിശ്വസിക്കുന്ന ആളുകളും കുറവല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ചർച്ചയാകുന്നത്. ഇത് ആദ്യമായല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യ ഒരു രാഷ്ട്രമല്ലെന്നും മറിച്ച് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ മാത്രമാണെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രസ്താവനകൾ ദേശീയതയുടെ അടിസ്ഥാന തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഇന്ത്യയെ ഒരു ഏകീകൃത ദേശീയ രാഷ്ട്രമെന്ന രീതിയിൽ കാണാൻ താൻ തയ്യാറല്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ഉറച്ച നിലപാടിന്റെ അടയാളമാണ് ഈ പ്രസ്താവനകൾ ശരിക്കും മാറിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം എന്ന പേരിൽ രാഹുൽ ഗാന്ധി പരോക്ഷമായി ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിന്റെ പ്രതീകങ്ങളായ പതാക, ദേശീയഗാനം, ഭരണഘടന എന്നിവയെയാണ്. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും തത്വങ്ങളെ വെല്ലുവിളിക്കുകയും വൈവിധ്യമാർന്ന ജനങ്ങളെ ഒരു നൂലിൽ കോർത്തു നിർത്തുന്ന മതേതര ഘടനയിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 12 പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിയമനിർമ്മാണ, എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണകൂടത്തെ കൃത്യമായി നിർവചിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടം പ്രഖ്യാപിക്കുന്നതിലൂടെ ലോക്സഭ മുതൽ സുപ്രീം കോടതി വരെയുള്ള എല്ലാ ഭരണഘടനാ സംവിധാനങ്ങളെയും രാഹുൽ ഗാന്ധി അടിസ്ഥാനപരമായി വെല്ലുവിളിക്കുകയും ഈ സംവിധാനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തിയും വാക്കുകളും വിവാദമാകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് ആദ്യമായല്ല. UPA ഭരണകാലത്ത് ക്യാബിനറ്റ് നിർദ്ദേശം അദ്ദേഹം പരസ്യമായി കീറിക്കളഞ്ഞതും വിദേശ സ്ഥാപനങ്ങളുമായുള്ള വിവാദമായ ഇടപഴകലും ചൈനീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചകളും അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തിയ കാര്യങ്ങളാണ്. CIA-യുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇടപഴകുന്നതു മുതൽ സൊമാലിയ അമേരിക്കൻ രാഷ്ട്രീയക്കാരനായ ഇൽഹാൻ ഒമറിനെ പോലുള്ള ഇന്ത്യ വിരുദ്ധ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് അതുവരെ രാഹുലിനെ പലപ്പോഴും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തിയിട്ടുണ്ട്. ഈ ഇടപെടലുകൾ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ പോലും ചോദ്യം ചെയ്യുന്നതായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇത്തരം പരാമർശങ്ങൾ ഇന്ത്യയുടെ ആഗോളതലത്തിലെ പ്രതിച്ഛായ തകർക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ ചട്ടക്കൂടിന് നേരെയുള്ള വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നതായാണ് വിമർശനങ്ങൾ ഉയരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സമുദായങ്ങളെ തമ്മിൽ അകറ്റാനും ഭിന്നിപ്പുണ്ടാക്കാനും ദേശവിരുദ്ധ ഘടകങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കും എന്നതാണ് വിമർശനം. അതേസമയം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തതോടെ രാഹുൽ ഗാന്ധി രാജ്യത്തിന് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത് അനിവാര്യമാണ്. ഇന്ത്യക്ക് കെട്ടുറപ്പും നല്ല നേതൃത്വവും ആവശ്യമുള്ള ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പരാമർശം അവിശ്വാസത്തിന്റെ തലങ്ങളിലേക്കാണ് നീങ്ങുന്നത്. മാത്രമല്ല, അദ്ദേഹം അംഗമായ രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരിക.